Today our topic measures of dispersion. Measures of dispersion എന്ന് പറയുന്നത് it is also means dispersion means the variability of the size of the items. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ആവറേജസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഡീമെറിറ്റ് ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മെഷറാണ് ഇത് മെഷർ ഓഫ് ഡിസ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എഴുതേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ ഡിസ്പേഷൻ. ഡിസ്പേഷൻ മീൻസ് വേരിയബിലിറ്റി. Dispersion refers to the variability in the size of items. It speaks about the spread or scatter of all the values in a series. Measures of dispersion measure the variability in a series. അപ്പോൾ measure of dispersion നമുക്ക് പറയാവുന്നത് measure of dispersion is a measure of variability എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. measure of variability. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ വേരിയബിലിറ്റി മെഷർ ഓഫ് ഡിസ്പേഷൻ എന്ന് പറയാനുള്ള വേരിയബിലിറ്റി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു ആവറേജ് കണക്കാക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദി എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ ഒരു മാർക്കിനെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. ഒരു കുട്ടിയുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിലെ ദെൻ 48 മാർക്കും മറ്റൊരു സബ്ജക്റ്റിലെ 52 മാർക്കുമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 52 + 48 അല്ലേ? 52 + 48 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2. ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദെൻ 50 ആണ് ആ കുട്ടിയുടെ ആവറേജ്. അതായത് എ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാർക്കാണ് നമ്മൾ കാണിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 52 + 48 രണ്ട് സബ്ജക്റ്റ് കിട്ടിയിരിക്കുന്ന മാർക്കാണ്. ദറ്റ് മീൻ ദെൻ ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 50. ആ കുട്ടിയുടെ ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് 50% ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം ബി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബി എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് വീണ്ടും നമ്മളിങ്ങനെ എഴുതാണ് 98 + 2 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 50%. ഇൻറ്റു 100 ഇട്ട് കഴിഞ്ഞാൽ 50% ആയി. അപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്ന കുട്ടിയുടെ മാർക്ക് ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 52 + 48 ഡിവൈഡഡ് ബൈ 2 ഇട്ടുമ്പോഴും 50% ആണ്. 98 + 2 ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പേഴ്സൻറ്റേജ് കണക്കാക്കുകയാണെങ്കിലും അത് 50% ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ബി എന്ന് പറയുന്ന കുട്ടിയാണ് ബെറ്റർ അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും 50% ആണ്. രണ്ട് പേരും ഒരുപോലെയാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യാം. പക്ഷേ ഈ രണ്ട് പേരും ഒരുപോലെയാണോ? അല്ല. ഈ തന്നിരിക്കുന്നതിൽ ഇവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അല്ലേ? കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറയുമ്പോൾ 52 48 എന്നൊക്കെ പറയുമ്പോൾ 4 മാർക്കിൻ്റെ ഡീവിയേഷനേ ഉള്ളൂ. 50 51 54 53 എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലാണ് ഈ കുട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു 50% തന്നെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ അതേപോലെയല്ല സെക്കൻഡ് വൺ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയപ്പോൾ സെക്കൻഡ് വണ്ണിലെ 98 + 2 എന്ന് പറയുമ്പോഴും ഒരു സബ്ജക്റ്റിൽ ആ കുട്ടിക്ക് ഹയസ്റ്റ് മാർക്ക് എത്താണ്. ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ 98 മാർക്കും ആ സബ്ജക്റ്റിൽ കിട്ടുകയാണ്. എന്നാൽ മറ്റേ സബ്ജക്റ്റിൽ 2 മാർക്കേ കിട്ടുന്നുള്ളൂ. അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നിന് ഹയസ്റ്റ് മാർക്കും ഒന്നിന് ഏറ്റവും ലോവസ്റ്റ് മാർക്കുമാണ് കാണിക്കുന്നത്. ഈ നമ്പേഴ്സ് ഈ ഐറ്റംസ് എന്നുള്ള ആ ഒരു വേരിയബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ആവറേജിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ലോവസ്റ്റ് വാല്യൂം ഇതുപോലെ തന്നെ ഇത് ഹയസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റിൽ നല്ല അറിയാം എന്നാൽ ഒരു സബ്ജക്റ്റ് ഒട്ടും തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് ആ തന്നിരിക്കുന്ന സീരീസിൻ്റെ വേരിയബിലിറ്റിയാണ്. അപ്പോൾ ഇതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ അതായത് ആവറേജസിൻ്റെ ഡീമെറിറ്റ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മെത്തേഡാണ് ഇത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ മീൻസ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ഐറ്റംസ്. And then that means measures of dispersion measure the variability in a series. ഈ സീരീസ് തമ്മിലുള്ള വേരിയബിലിറ്റി മനസ്സിലാക്കാനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ
സഹായിക്കുന്നത്. അതായത് ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ സെക്കൻഡ് കേസിൽ 98 - 2 ദാറ്റ് ഈസ് 96 ആണ് അതിൻ്റെ വേരിയബിലിറ്റി വരുന്നത്. ഇവിടെ 52 - 48 ഇടുകയാണെങ്കിൽ 4 ആണ് വേരിയബിലിറ്റി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നമ്പേഴ്സ് തമ്മിൽ വേരിയബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റേഞ്ച് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ വേരിയബിലിറ്റി. പക്ഷേ ഈ ഒരു വേരിയബിലിറ്റി നമുക്ക് ഏതിൽ കാണാനായിട്ട് സാധിക്കില്ല. ആവറേജസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേരിയബിലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുതന്നെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഡിസ്പേഷൻ റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ഐറ്റംസ്. ഇറ്റ് ഈസ് സ്പീക്ക് അബൌട്ട് ദ സ്പ്രെഡ് ഓർ സ്കാറ്റർ ഓഫ് ദ വാല്യൂസ് ഇൻ എ സീരീസ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ മെഷർ ദ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. തന്നിരിക്കുന്ന സീരീസിലെ നമ്പേഴ്സ് തമ്മിലുള്ള വേരിയബിലിറ്റിയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ടെൽ us extent to which the value of a series differ between each other from their average. അതായത് ഒരു ആവറേജിൽ നിന്ന് അത് എത്രമാത്രം വാരി ചെയ്തു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഏതിലൂടെ ചെയ്യുന്നത്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിലൂടെ ചെയ്യുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഇനി നമുക്ക് പഠിക്കുന്ന നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാണ്. ഇപ്പോൾ ഇതായത് സബ്ജക്റ്റ് തന്നെയാണ്, എന്നാൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ക്ലാസിഫൈഡ് ഇൻ ടു 2. രണ്ടായിട്ട് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി നമുക്ക് തരംതിരിക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ആബ്സല്യൂട്ട് മെഷർ, സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് മെഷർ. ദെൻ അവിടെ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ക്ലാസിഫൈഡ് ഇൻ ടു 2. ക്ലാസിഫൈഡ് ഇൻ ടു 2. ആബ്സല്യൂട്ട് മെഷർ, absolute measure, absolute measure. Then second one is relative measure, relative measure. First one is absolute measure, second one is relative measure. Absolute measureum relative measuresum. അപ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് വൺ ഈസ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഷൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം യൂണിറ്റ് ഇൻ വിച്ച് ദ ഡാറ്റ ആർ കളക്റ്റഡ്. ദേ മെഷർ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. അതായത് എല്ലാം തന്നെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ സെയിം യൂണിറ്റ്. അതായത് ഇവിടെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരേ യൂണിറ്റിലായിരിക്കില്ല ഡാറ്റ കളക്ഷൻ ഉണ്ടായിരിക്കാം. അത് എൻ്റെ റിലേറ്റീവ് മെഷർമെൻ്റ് ആണ്. ആബ്സല്യൂട്ട് മെഷേഴ്സിലെ എല്ലാം സെയിം യൂണിറ്റിലാണ് അതിൻ്റെ മെഷർമെൻറ്റ് തന്നിരിക്കുക. ദെൻ ആബ്സല്യൂട്ട് മെഷേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ഓഫ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഷൻ. ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, range. Second one is quartile deviation, quartile deviation, quartile deviation. Third one is mean deviation, mean deviation, mean deviation. And fourth one is standard deviation, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ സെയിം യൂണിറ്റ് ഇൻ വിച്ച് ദ ഡാറ്റ ആർ കളക്റ്റഡ്. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം തന്നെ സെയിം യൂണിറ്റിലാണെങ്കിൽ അതിന് നമുക്ക് ആബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറയാം. ആബ്സല്യൂട്ട് മെഷേഴ്സിന് ഏതൊക്കെയാണ് ആബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റിലേറ്റീവ് മെഷേഴ്സിൽ ദെൻ അവിടെ നമുക്ക് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ്, ഇങ്ങനെയാണ് വരിക, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, coefficient of range. Second one is coefficient of quartile deviation, coefficient of quartile deviation, coefficient of quartile deviation. Third one is coefficient of mean deviation, mean deviation.
Then fourth one is coefficient of variation. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടല്ലോ. വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? Dispersion means variability in a series, variability in a sequence, etc. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള വേരിയബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മെഷർമെൻ്റ് ആണ് ഇത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് വേരിയബിലിറ്റി എന്ന് മനസ്സിലാക്കണം. ആ വേരിയബിലിറ്റിയിൽ ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി നമുക്ക് പഠിക്കാനുള്ളത്? ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി? അതായത് ആവറേജസിൻ്റെ ഡീമെറിറ്റ്സ് ഓവർകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷർമെൻ്റാണ് മെഷർമെൻറ്റ് ഓഫ് വേരിയബിലിറ്റി. ഇനി മെഷർമെൻറ്റ് ഓഫ് വേരിയബിലിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ആബ്സല്യൂട്ട് മെഷർമെൻറ്റും സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് മെഷർമെൻറ്റുമാണ്. ആബ്സല്യൂട്ട് മെഷർമെൻറ്റിൽ ദെൻ അവിടെ ഡാറ്റാസ് ആർ കളക്റ്റഡ് ഇൻ സെയിം യൂണിറ്റ്. അവിടെ ഡാറ്റാസ് എല്ലാം തന്നെ സെയിം യൂണിറ്റിലായിരിക്കില്ല, അതിൻ്റെ കോയിഫിഷ്യൻ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്കതിലേക്ക് കണ്ടെത്താനായിട്ട്. സോ റിലേറ്റീവ് മെഷർ ഈസ് ഓൾസോ കോൾഡ് ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുക. ഇനി ആബ്സല്യൂട്ട് മെഷർമെൻറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എന്തൊക്കെ മെഷേഴ്സാണ് ആബ്സല്യൂട്ട് മെഷർമെൻറ്റിൽ ഉപയോഗിക്കാറുള്ളത്? ദെൻ ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, സെക്കൻഡ് വൺ ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് വൺ ഈസ് മീൻ ഡീവിയേഷൻ, ഫോർത്ത് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒന്നുകൂടെ പറയാം: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ റിലേറ്റീവ് മെഷർമെൻറ്റിലെ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എല്ലാത്തിനും റേഞ്ച് പഠിക്കുമ്പോൾ റേഞ്ചും കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും ഒരേ സമയം നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ റിലേറ്റീവ് മെഷർമെൻ്റ് ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതേപോലെ മീൻ ഡീവിയേഷൻ സെയിം ടൈം ദ കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ടൈം നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനെ പറയുന്നത് മറ്റൊരു പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുകൂടെ പറയാറുണ്ട്. അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആബ്സല്യൂട്ട് മെഷേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ ഇതിൽ നമ്മൾ പറഞ്ഞു the degree which numerical data tends to spread about an average value is called as variation or dispersion of the data. നമുക്ക് അങ്ങനെയും പറയാം. എന്താ? the degree to which numerical data tend to spread about an average value is called the variation or dispersion of the data. Dispersion is also known as scatter, spread or variation. അവിടെ dispersion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dispersion is also known as scatter, spread or variation. Measures to which the items vary from some central value. The measures of dispersion are known as average of second order, as they are averages of deviation taken from an average. പലപ്പോഴും മീൻ ഡീവിയേഷനൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കന്ന് മനസ്സിലാവും ഒരു ആവറേജിൽ നിന്ന് എന്താ പറയുക വാല്യൂസിലേക്കുള്ള വേരിയേഷൻസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് മീൻ ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആവറേജിൽ നിന്ന് എത്രമാത്രം ഡീവിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത് മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെഷർ ഓഫ് വേരിയബിലിറ്റിക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡിസ്പേർഷൻ ഈസ് ഓൾസോ നോൺ ആസ്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പേർഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്കാറ്റർ. കണ്ടോ? ചിതറിക്കെടുക്കുന്ന എല്ലായിടത്തും മാറി മാറി കിടക്കുന്നുണ്ടാവും, നല്ല വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ ഡിസ്പേർഷൻ മീൻസ് സ്കാറ്റർ ഓർ സ്പ്രെഡ് ഓർ വേരിയേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറയാറുണ്ട്, സ്കാറ്റർ ആൻഡ് വേരിയബിലിറ്റി. മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നമ്മളറിയാം മെഷർ ഓഫ് ഡിസ്പേർഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് മെഷർ ഓഫ് വേരിയബിലിറ്റി. ഇനി ചിലപ്പോൾ നമ്മൾ വാട്ട് ആർ ദി പ്ലീസ് ഗീവ് സം എക്സാമ്പിൾസ് ഫോർ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും 2 മെഷറുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആബ്സല്യൂട്ട് മെഷർ ആയാലും റിലേറ്റീവ് മെഷർ ആണെങ്കിലും നിങ്ങൾക്ക് പറയാം. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിനൊക്കെ പുറമെ തന്നെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ട് ഇത് തമ്മിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കാനായിട്ട്. ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമ്മൾ ലോറൻസ് കർവ് എന്നുള്ള പേരിൽ പഠിക്കാറുണ്ട്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് തന്നെ അവിടെ ലോറൻസ് കർവ് എന്ന് പറയാറുണ്ട്. ലോറൻസ് കർവ് എന്ന് പറയാറുണ്ട്.
ആ ലോറൻസ് കർവ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ആണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മെഷറാണ് നിങ്ങൾ പറയുക? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ. മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ. ദീസ് ആർ ദി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിന് എക്സാമ്പിളാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുമ്പോൾ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമുക്കതിനെ ലോറൻസ് കർവ് എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ റേഞ്ച്. ഇവിടെ ഫസ്റ്റ് മെഷേഴ്സാണ് റേഞ്ച് എന്ന് പറയുന്നത്. Range, one of the important measure of dispersion. That is first one is range. Range എന്ന് പറയുമ്പോൾ തന്നെ ഹയസ്റ്റ് വാല്യൂയും ലോവസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അപ്പോൾ റേഞ്ച് ഈസ് ദ സിംപ്ലസ്റ്റ് പോസിബിൾ മെഷർ ഓഫ് ഡിസ്പേഷൻ. റേഞ്ച് ഈസ് ദ simplest possible measure of dispersion. It is the difference between highest value and the lowest value in a series. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മളൊരു ഷുഗർ പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ നോക്കി നോക്കാം. അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക്സ് നമ്മൾ എല്ലാ ദിവസവും മെഷർ ചെയ്യാനുണ്ട്. അപ്പോൾ മാക്സിമം മെഷർമെൻറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, മിനിമം മെഷർമെൻറ്റ് എത്രയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കുന്ന ആ റേഞ്ച് ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ വെതർ പ്രിഡിക്ഷൻ വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് വെതർ പ്രിഡിക്ഷൻ. അത് വെതർ പ്രിഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ വെതർ കാൽക്കുലേഷനിൽ ഇപ്പോൾ 55 ഡിഗ്രി വന്നിട്ടുണ്ടായിരിക്കും ടെമ്പറേച്ചർ, അല്ലെങ്കിൽ 54 ഉണ്ടായിരിക്കാം, 30 വരാം, 28 വരാം, അല്ലെ 40 വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ വന്നിരിക്കുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചർ എത്രയായിരുന്നു എന്നും ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്രയായിരുന്നു എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളോട് എന്ത് പറയുക, റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പനിയോ ഒക്കെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, ലോവസ്റ്റ് വാല്യൂ എത്രയാണ്. ഇങ്ങനെ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, റേഞ്ച് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then first one is range is the simplest possible measure of dispersion. Range is the simplest possible measure of dispersion. It is the difference between highest and the lowest value in a series. So range is equal to highest value minus lowest value. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് റേഞ്ച് ഈസ് ഈക്വൽ ടു highest value minus lowest value. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ദാറ്റ് മീൻസ് എച്ച് മൈനസ് എൽ. എന്താ ഫോർമുല കൊടുക്കുക, എച്ച് മൈനസ് എൽ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. Range therefore measures the maximum variation in a value of the series. Range is an absolute measure. The relative measure of range based on range is coefficient of range. Second one പറയുന്നത്, അതിൽ നമ്മൾ പറയുന്നത് റേഞ്ചിൽ തന്നെ coefficient of range ആണ്. Coefficient of range is equal to, coefficient of range കണ്ടുപിടിക്കാനുള്ള ഫോർമുല is equal to h minus l divided by h plus l. h minus l divided by h plus l. എല്ലാത്തിനും നമ്മൾ പഠിക്കുന്ന സമയത്ത് റേഞ്ച് ആണെങ്കിലും റേഞ്ചിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റീവ് മെഷർമെൻറ്റ് കൂടെ പഠിക്കും. അതേപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ, സെയിം ടൈം റിലേറ്റീവ് മെഷർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ എന്ന് പഠിക്കാറുണ്ട്. ഇതേപോലെ നമ്മളെല്ലാം മെയിൻ ഡീവിയേഷൻ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ അതേസമയം രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഫോർമുല ബൈ ഹാർട്ട് ആക്കുക. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. Highest value minus lowest value is called as range. Relative measurement of range, that is also called as
coefficient of range. Coefficient of range is equal to h minus L divided by h plus L. Highest value minus lowest value divided by highest value plus lowest value. ഇതാണ് അതിൻ്റെ coefficient of range എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് range in individual series. Individual സീരീസിലെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, അതേസമയം കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുലാസാണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാത്തിലും സെയിം ഫോർമുല എച്ച് മൈനസ് എൽ അതുപോലെ തന്നെ. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് റേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിം ആണ്. ഏതാണ്? എച്ച് മൈനസ് എൽ ആണ്. അതേസമയം കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ എന്ന് പറയാം. ദെൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം കാൽക്കുലേറ്റ് ഇൻഡിവിജ്വൽ സീരീസിലെ കാൽക്കുലേറ്റ് റേഞ്ച് ഒരു പ്രോബ്ലം നമ്മളോട് ചെയ്യണം. കാൽക്കുലേറ്റ് റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. ഫൈൻഡ് ദ റേഞ്ച് and its coefficient. Calculate range and its coefficient. Question മനസ്സിലാക്കുക. Calculate range and its coefficient. Coefficient of range. Data values 25, 32, 85, 32, 42, 10, 20, 18, 25. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. വാല്യൂസ് 25, 32, 85, 32, 42, 10, 20, 18 ആൻഡ് 25. തന്നിരിക്കുന്നതിൽ നോക്കിയാൽ അറിയാം. എച്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ. ഈ തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? എച്ച് ഈസ് ഈക്വൽ ടു 85. therefore L ഈസ് ഈക്വൽ ടു 10. നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? Range is equal to h minus L, that is 85 minus 10, that is equal to 75. Range കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? h is equal to 85, L is equal to 10, range is equal to h minus L, that is 85 minus 10, that is equal to 75. Coefficient of range is equal to coefficient of range is equal to h minus L divided by h plus L, that is 85 minus 10 divided by 85 plus 10. That means 0.79. 85 minus 10 എന്ന് പറയുമ്പോൾ 75 divided by 90. Then answer is 0.79. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള വേരിയേഷനെയാണ് നമ്മൾ എന്താ പറയുക റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരാവുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ഏത് സീരീസിലാണ്? ഇൻഡിവിജ്വൽ സീരീസിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, വെറും നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലും അതേസമയം ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടോ, കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക്. റേഞ്ച് ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഫോർമുല സെയിം ആണ്. ദെൻ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, then coefficient of range is equal to highest value minus lowest value divided by h plus L, h minus L divided by h plus L.
Then next one is ഇവിടെ ഫോർമുല ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിലും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഇത് പറയുകയാണെങ്കിലും h മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ, h മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. നെക്സ്റ്റ് റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സീരീസാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ റേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ രണ്ട് തരത്തിലാവാം നമുക്ക് ഡാറ്റാസ് തരാറുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് സീരീസിലും മറ്റൊന്ന് കണ്ടിന്യൂസ് സീരീസിലും. അപ്പോൾ റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് സീരീസ് ആവാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കാം. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് ഫൈൻഡ് റേഞ്ച് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം ഫൈൻഡ് റേഞ്ച്. ഫൈൻഡ് റേഞ്ച്, ആ റേഞ്ച് കണ്ടുപിടിക്കണം. ദെൻ ഫസ്റ്റ് വേജസ്, വേജ് തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്. വേജ് എന്നുള്ളിടത്ത് 10, 15, 18, 20, 25. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളതിൽ 3, 5, 12, 8, 6. തന്നിരിക്കുന്നത് വേജസ് 10, 15, 18, 20, 25, 3, 5, 12, 8, 6. ദെൻ ഇതിൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഈ തന്നിരിക്കുന്നതിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു, ഫൈൻഡ് റേഞ്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ h മൈനസ് എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് വാല്യൂ 25 ആണ്. 25 മൈനസ് 10, 15. റേഞ്ച് ഈസ് ഈക്വൽ ടു 15. ഇങ്ങനെയാണ് കിട്ടുക. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു coefficient of range. Coefficient of range is equal to h minus l divided by h plus l. h minus l divided by h plus l. That means h minus l divided by h plus l എന്ന് പറയുന്നത് 25 minus 10 divided by 25 plus 10. ദെൻ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് മനസ്സിലായി. അതായത് എക്സ് വാല്യൂസ് ഉണ്ട്, അതേസമയം തന്നെ അതിൻ്റെ ഒബ്സർവേഷൻ ഉണ്ട്. അതിലും റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ വേജസ് തമ്മിലുള്ള വേരിയേഷനാണ് കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ റേഞ്ച്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്കതിൽ ചെയ്ത് നോക്കാം. Calculate range and its coefficient of range. Next one. Next one. Calculate range. Calculate range and its coefficient. Calculate range and its coefficient. തന്നിരിക്കുന്നത് ഇയർ കോളത്തിൽ 1985, 1986, 1987, 1988, 1989, 1990, 1991,
1992. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ്. ദെൻ പ്രോഫിറ്റ്. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഇൻ 1000. അപ്പോൾ ആദ്യത്തെ കോളം ഇയർ കോളം ഓരോ വർഷവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ സീരീസാണ്. ദെൻ അതിൽ 40, 30, 80, 100, 115, 85, 210, 230, 210, 230, 1, 2, 3, 4, 5, 6, 7, 8. ദെൻ ഇതിൽ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ 230 അതുപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ 30 ആണ്. ദെൻ റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല റേഞ്ച് ഈസ് ഈക്വൽ ടു H മൈനസ് L. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഈ തന്നിരിക്കുന്നതിൽ H ഈസ് ഈക്വൽ ടു H എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് 230 അല്ലേ. ദെൻ അതേസമയം ഏറ്റവും ലോവസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് 30,000 ആയിരിക്കാം, മറ്റത് 23,000 ആയിരിക്കാം അല്ല 30,000, മറ്റത് 2,30,000 ആയിരിക്കാം. H ഈസ് ഈക്വൽ ടു ഇവിടെ 000 ആണ് തന്നിരിക്കുന്നത്. ദെൻ 2,30,000 വരും. ഇവിടെയാണെങ്കിൽ 30,000 വരും. H മൈനസ് L എന്ന് പറയുന്നത് ദെൻ 230 മൈനസ് 30 200, അതായത് 2 lakh ആണ് നമുക്ക് അവിടെ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. തന്നിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നെയാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ ഇയർ വൈസിലാണ് തന്നിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തരാം, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഞാൻ ഫോർമുല ഇവിടേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. റേഞ്ച് ഈസ് ഈക്വൽ ടു H മൈനസ് L. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു H മൈനസ് L ഡിവൈഡഡ് ബൈ H പ്ലസ് L. നമുക്കൊരു ഡിസ്ക്രീറ്റ് സീരീസ് തരികയാണെങ്കിലും സെയിം ഇതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിലെ find range and its coefficient. Find range and its coefficient. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫൈൻഡ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എഴുതി നോക്കാം. സൈസ് കോളത്തിലെ 5, 7, 11, 5, 7, 11, 12, 24, 30, 38. തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 5, 7, 11, 12, 24, 30, 38. ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയിൽ 2, 4, 8, 9, 7, 5, 2. 2, 4, 8, 9, 7, 5, 2. Then range is equal to highest value minus lowest value. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് H മൈനസ് L. That is equal to highest value is equal to 38, lowest value is equal to 5. Then answer is 33. ഇതാണ്
ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിലും നമ്മൾ തന്നിരിക്കുന്ന സൈസ് എന്ന് പറയുന്നില്ല ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കി. ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിൽ ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണെങ്കിലോ, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു h minus L divided by h plus L. That is 38 minus 5 divided by 38 plus 5. 38 minus 5 divided by 30. 33 minus 43. 33 divided by 43. Then final answer is 0.77. 0.77. Coefficient of റേഞ്ച് ആണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് സീരീസിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ചെയ്തു, അതേസമയം ഇൻഡിവിജ്വൽ സീരീസ് ചെയ്തിട്ടുണ്ട്, അതേസമയം ഇൻഡിവിജ്വൽ സീരീസും അതേസമയം കണ്ടിന്യൂസ് സീരീസും ചെയ്യണം. ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആൻഡ് റേഞ്ച് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി distribution. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? റേഞ്ച് കണ്ടുപിടിക്കുന്നതിൽ ഫോർമുലയിൽ വ്യത്യാസമൊന്നുമില്ല. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ തന്നെയാണ്. രണ്ട് മെത്തേഡിൽ അവിടെ ചെയ്യാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഡാറ്റ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ദ റേഞ്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എനി വൺ ഓഫ് ദ two methods. Then first one is find the difference between the upper limit of the highest class and the lower limit of the lowest class. അതായത് 10 to 20, 20 to 30, 30 to 40 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്. അതാണല്ലോ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് സീരീസിലെ ഏറ്റവും ഹയസ്റ്റ് ക്ലാസ് ഏതാണ്, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഹയസ്റ്റ് ക്ലാസ് കാണിക്കുന്നുണ്ടായിരിക്കാം. ആ ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. ഒന്നുകിൽ ആ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ upper limit of the highest class and the lower limit of the lowest class. Then second method ആണെങ്കിൽ subtract the midpoint of the lowest class from the midpoint of the highest class. രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നുകിൽ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ദെൻ അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ദെൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം അവിടെ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. കാൽക്കുലേറ്റ് റേഞ്ച് and its coefficient. Calculate range and its coefficient. Calculate range and its coefficient. Then first one is weekly wages. നമുക്ക് തന്നിരിക്കുന്നത് വീക്കിലി വേജസ് ആണ്. വേജസ് തന്നിരിക്കുന്നത് 50 to 60, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100, 100 to 110, then 110 to 120. Frequency തന്നിരിക്കുന്നത് 50, 50, 45. Frequency 50, 45, 45, 50, 45, 45, 40, 35, 35, 30, 30. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഹയസ്റ്റ് ക്ലാസ് ഏതാണെന്ന് നോക്കാം. ഹയസ്റ്റ് ക്ലാസ് ഏതാ? 110, 120 എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ക്ലാസ്. ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്.
ഫോർമുലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഫോർമുല റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റേഞ്ച് ഈസ് ഈക്വൽ ടു അതിനിവിടെ റേഞ്ച് ഈസ് ഈക്വൽ ടു h മൈനസ് എൽ. ഇവിടെ h എന്ന് പറയുന്നത് 120 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 50. 120 മൈനസ് 50 ദാറ്റ് ഈസ് 70. ഇതാണ് നമുക്ക് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്. ആൻസറിലെ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്, ഫസ്റ്റ് വൺ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ ഓർ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ് എന്ന് പറയുന്ന മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൻ്റെ മിഡ് വാല്യൂ 50 to എക്സ് എന്ന് പറയുന്ന രീതിയിൽ മിഡ് വാല്യൂ 50 to 60 എന്ന് പറയുമ്പോൾ 55 കണ്ടോ, 55, 65, 75, 85, 95, 105, 115. ഇതാണ് എക്സ് വാല്യൂ. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ക്ലാസ്സിനെ നമുക്കിങ്ങനെ മാറ്റി അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് എക്സ് വാല്യൂ ഉണ്ട്. ഇനി മിഡ് പോയിൻറ്റുകൾ തമ്മിലുള്ള ഹയസ്റ്റ് മിഡ് വാല്യൂ മൈനസ് ലോവസ്റ്റ് മിഡ് വാല്യൂ. ഹയസ്റ്റ് മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് മൈനസ് എൽ എന്ന് പറയുന്നത് റേഞ്ച് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ആണെന്നറിയാം. എച്ച് മൈനസ് എൽ എന്ന് പറയുന്നത് 115 മൈനസ് 55. 115 മൈനസ് 55. ദെൻ ആൻസർ ഈസ് 60. കണ്ടോ, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെയും അതുപോലെ തന്നെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കും. റേഞ്ചിൻ്റെ എച്ച് മൈനസ് എൽ 120 മൈനസ് 50 എന്ന് എഴുതിയതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ 70 ഡിവൈഡഡ് ബൈ 120 പ്ലസ് 150 170. ഇവിടെ നമ്മൾ വേറൊരു രീതിയിൽ കൂടെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കും. 170 ഡിവൈഡഡ് ബൈ 170. ആൻസർ ഈസ് 0.41. ഇവിടെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 170. ആൻസർ ഈസ് 0.35. രണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ ആൻസർ ഈസ് ഡിഫർ അല്ലേ, ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് മെത്തേഡിൽ റേഞ്ച് എന്ന് പറയുന്നത് 70യും സെക്കൻഡ് മെത്തേഡിൽ റേഞ്ച് എന്ന് പറയുന്നത് 60യുമാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഫസ്റ്റ് മെത്തേഡിൽ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 0.41ഉം സെക്കൻഡ് മെത്തേഡിൽ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 0.35 ആണ് റേഞ്ചായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഏതൊക്കെയാണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ നമുക്ക് സ്കാറ്റർ എടുക്കാം, സ്പ്രെഡ് എടുക്കാം, അതൊക്കെയാണ്. അതായത് വാല്യൂസ് തമ്മിലുള്ള വേരിയേഷൻസ് ആവറേജസിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഒരു ഡീമെറിറ്റ്. ആ ഡീമെറിറ്റ് ഓവർകം ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിലെ. അപ്പം മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിലെ വാട്ട് ആർ ദി വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ഏതൊക്കെയാണ്? റേഞ്ച്, ആബ്സല്യൂട്ട് മെഷേഴ്സിലെ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മെഷേഴ്സ് ഓഫ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത്ര ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ദെൻ ഫസ്റ്റ് മെത്തേഡ് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ദെൻ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ എന്നുള്ളതാണ് റേഞ്ച്. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ, എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. Then next one is uses of range. ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. Range is used in certain field to measure variability, particularly those data where variation is not matched. For example, doctors are generally interested in the range of fluctuating temperature of patient. അതായത് പേഷ്യൻസിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വേരിയബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കും. It is also used in quality control. Range is used to study variation in price of shares, interest rate, etc. In weather forecast, the minimum and the maximum temperature of every day are studied. From this, they can forest range within temperature may like vary. ഇങ്ങനെ ചില ഏരിയകൾ, അതായത് വെതർ ടെമ്പറേച്ചർ, ക്ലൈമറ്റിക് ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സ് പേഷ്യൻസിൻ്റെ ലെവൽ ഇത് മനസ്സിലാക്കാനായിട്ട്, ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കാനായിട്ട്
അതേപോലെ തന്നെ പ്രൈസിലുണ്ടായേക്കാവുന്ന ഫ്ലക്ച്വേഷൻ, ഹയസ്റ്റ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്, റേഞ്ച് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ 1-2 പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് ചെയ്യേ വേണ്ടു. അതുകൂടെ കഴിഞ്ഞാൽ നമുക്കത് റേഞ്ച് എന്ന് പറയുന്ന ഏരിയ നമ്മുടെ കഴിഞ്ഞു. Exercise problem. Exerciseലെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. 5 students obtained the following marks in statistics: 20, 35, 25, 30, 15. Find out range and its coefficient of range of the following marks. Then second one is find out range and its coefficient of range from the following series. Then first one is first column, mark column, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. Then second column, number of students, 8, 12, 20, 7, 3. തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് സീരീസിലാണ്. നിങ്ങളതിനെ എക്സ്ക്ലൂസീവ് സീരീസാക്കി മാറ്റി എഴുതാം. എക്സ്ക്ലൂസീവ് സീരീസാക്കി മാറ്റി എഴുതിയിട്ട് ഹയ്യസ്റ്റ് ക്ലാസ്സിൻ്റെ ഹയ്യസ്റ്റ് വാല്യൂ അപ്പർ ലിമിറ്റും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും എടുത്തു കഴിഞ്ഞ് അത് തമ്മിലുള്ള ഡിഫറൻസാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ടൈപ്പിലേക്ക് മാറ്റി എഴുതിയതിന് ശേഷം അതിൻ്റെ മിഡ് വാല്യൂസ് എടുത്ത് നോക്കിയിട്ട് മിഡ് വാല്യൂസിലെ ഹയ്യസ്റ്റ് മിഡ് വാല്യൂം ലോവസ്റ്റ് മിഡ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.